എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾക്ക് തിഥികളും കരണങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കാം. അതായത് ഏതൊക്കെ തിഥികളിലാണ് ഏതൊക്കെ കരണങ്ങൾ വരുന്നത് എന്നും എങ്ങനെയാണ് അവ ക്രമമായിട്ട് വിതരണം ചെയ്തിരിക്കുന്നത് എന്നും നമ്മൾക്ക് പഠിക്കാം. അതായത് ഓരോ തിഥികളിലും കരണങ്ങൾ എങ്ങനെയാണ് ചേർത്തിരിക്കുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ നമ്മൾക്ക് തിഥികളെ സൂചിപ്പിക്കുവാൻ വേണ്ടി ചില സംജ്ഞകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് അല്പം പറയാം. ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവുമാണല്ലോ രണ്ട് പക്ഷങ്ങൾ. അതിലാണ് തിഥികൾ ഉള്ളത്. ഇവിടെ S1 എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ശുക്ലപക്ഷ പ്രഥമ എന്നാണ്. S2 ശുക്ലപക്ഷ ദ്വിതീയ, S3 ശുക്ലപക്ഷ തൃതീയ. ഈ രീതിയിൽ S15 എന്ന് പറയുന്നത് പൗർണമിയായിരിക്കും. അതുപോലെ തന്നെ K1 എന്ന് പറയുന്നത് കൃഷ്ണപക്ഷ പ്രഥമ, K2 എന്ന് പറയുന്നത് കൃഷ്ണപക്ഷ ദ്വിതീയ. അങ്ങനെ ആ നമ്പർ, അതുപോലെ പക്ഷത്തിൻ്റെ ആദ്യത്തെ അക്ഷരം, ഇംഗ്ലീഷ് അക്ഷരം, അങ്ങനെയാണ് ചേർത്തിരിക്കുന്നത്. K15 എന്ന് പറയുന്നത് അമാവാസിയായിരിക്കും. ഇപ്പോൾ K12 എന്ന് പറഞ്ഞാൽ കൃഷ്ണപക്ഷ ദ്വാദശി, S9 എന്ന് പറഞ്ഞാൽ ശുക്ലപക്ഷ നവമി. ഇങ്ങനെ മനസ്സിലാക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ തിഥിയിലും എങ്ങനെയാണ് കരണങ്ങളെ വിതരണം ചെയ്തിരിക്കുന്നത് എന്നാണ്. നമുക്കറിയാം, ഒരു തിഥിയിൽ രണ്ട് കരണങ്ങളുണ്ട്. പൂർവാർദ്ധവും ഉത്തരാർദ്ധത്തിലുമായിട്ടാണ് അവ വരിക എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ശുക്ലപക്ഷം വെച്ചിട്ട് തുടങ്ങുകയാണ്. ശുക്ലപക്ഷം തുടങ്ങുന്നത് ശുക്ലപക്ഷ പ്രഥമയിലാണ്. അതായത് അമാവാസി കഴിഞ്ഞു അടുത്ത തിഥി വരുന്നത്. അമാവാസി എന്ന് പറയുന്നത് കൃഷ്ണപക്ഷം പൂർണ്ണമാകുന്നതാണ്. K15 അവിടെ കഴിഞ്ഞു, S1 തുടങ്ങി. അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ ഇടതുവശത്തായിട്ട് ഞാൻ കരണങ്ങളുടെ പേരുകൾ, 11 കരണങ്ങളുടെ പേരുകളും ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. കിംസ്തുഗ്നം, ഭവം, ഫളവം, കൗളവം, തൈത്തുലം, ഗജം, സുരഭി, വിഷ്ടി, ശകുനി, ചതുഷ്പാത്ത്, സർപ്പം. ഇവിടെ ആദ്യത്തെ കരണമായിട്ടുള്ള കിംസ്തുഗ്ന കരണം സ്ഥിരകരണമാണ് എന്നറിയാം. അതുപോലെ തന്നെ അവസാനം എഴുതി ചേർത്ത 3 കരണങ്ങൾ ആയിട്ടുള്ള ശകുനി, ചതുഷ്പാത്ത്, സർപ്പം, ഇതും സ്ഥിരകരണമാണ് എന്ന് നമ്മൾക്ക് അറിയാം. അതിനിടയിലുള്ള ഭവകരണം തൊട്ട് വിഷ്ടികരണം വരെയുള്ള 7 കരണങ്ങൾ ശരകരണങ്ങളാണ് എന്ന് നമ്മൾ പഠിച്ചു. ഞാനതവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ശുക്ലപക്ഷ പ്രഥമ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ തിഥികളുടെ പൂർവാർദ്ധവും ഉത്തരാർദ്ധവും സൂചിപ്പിക്കുവാൻ വേണ്ടി ഓരോ തിഥിയുടെ മുകളിലായിട്ട് ചെറിയ രീതിയിൽ 1, 2 എന്നെഴുതിയിട്ടുണ്ടാവും. അതായത് S1 മുകളിൽ 1 കൊടുത്താൽ അത് ശുക്ലപക്ഷ പ്രഥമയുടെ പൂർവാർദ്ധം, S1 മുകളിൽ 2 കൊടുത്താൽ ശുക്ലപക്ഷ പ്രഥമയുടെ ഉത്തരാർദ്ധം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾക്ക് ആരംഭിക്കാം. ഇവിടെ നമ്മൾ ശുക്ലപക്ഷ പ്രഥമ വെച്ചിട്ടാണ് ആരംഭിക്കുന്നത്. ശുക്ലപക്ഷ പ്രഥമയിലെ പൂർവാർദ്ധം എന്ന് പറയുന്നത് കിംസ്തുഗ്ന കരണമാണ്. ആ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതൊരു സ്ഥിരകരണമായതിനാൽ ശുക്ലപക്ഷ പ്രഥമയിലെ ആദ്യ പകുതിയിൽ മാത്രമേ വരാറുള്ളൂ. അതിനുശേഷം ശുക്ലപക്ഷ പ്രഥമ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തിഥികളിലുള്ള കരണങ്ങൾ 8 പ്രാവശ്യം ആവർത്തിച്ചിട്ട്, അതായത് 7 സ്ഥിരകരണങ്ങൾ 8 പ്രാവശ്യം ആവർത്തിക്കുന്നു. എപ്പോൾ വരെ? കൃഷ്ണപക്ഷ ചതുർദശിയുടെ ആദ്യ അർദ്ധം വരെ, അതായത് K14 1 വരെ. അത് ക്രമത്തിൽ ആ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ശുക്ലപക്ഷ പ്രഥമയുടെ രണ്ടാമത്തെ കരണം എന്ന് പറയുന്നത് ഭവകരണമാണ്. ശുക്ലപക്ഷ ദ്വിതീയയുടെ ആദ്യ കരണം, അതിനുശേഷം ഫളവം, അത് കഴിഞ്ഞ് ശുക്ലപക്ഷ ദ്വിതീയയുടെ രണ്ടാമത്തെ കരണം കൗളവം, ശുക്ലപക്ഷ തൃതീയയുടെ ഒന്നാമത്തെ കരണം തൈത്തുലം, ശുക്ലപക്ഷ തൃതീയയുടെ രണ്ടാമത്തെ കരണം ഗജം. ഈ രീതിയിൽ ഒരു പ്രാവശ്യം ഈ 7 ചരകരണങ്ങളും വന്നതിന് ശേഷം വീണ്ടും ശുക്ലപക്ഷ പഞ്ചമി, അതിൻ്റെ ആദ്യാർദ്ധം എന്ന് പറയുന്നത് വീണ്ടും ഭവമായിട്ട് തന്നെ വരും. ഇങ്ങനെയുള്ള ഈ ശരകരണങ്ങൾ 7 തവണ
7 ചരകരണങ്ങൾ 8 തവണ ആവർത്തിച്ചിട്ട് കൃഷ്ണപക്ഷ ചതുർദശിയുടെ ആദ്യ അർദ്ധം വരെ എത്തും. കൃഷ്ണപക്ഷ ചതുർദശിയുടെ പൂർവാർദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണപക്ഷ ചതുർദശിയുടെ ഉത്തരാർദ്ധം, അതായത് K14 അത് സ്ഥിരകരണമായിട്ടുള്ള ശകുനിയാണ് വരുന്നത്. അതിനുശേഷം അമാവാസിയാണ് K15 1 K15 2. അമാവാസിയുടെ പൂർവാർദ്ധം ചതുഷ്പാത്തും ഉത്തരാർദ്ധം സർപ്പകരണവുമായിട്ട് വരും. ശേഷം വീണ്ടും അമാവാസി കഴിഞ്ഞാൽ ശുക്ലപക്ഷം തുടങ്ങുകയായി ഇതേ ക്രമം വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം സ്ഥിരകരണമായിട്ടുള്ള കിംസ്തുഗ്നം ശുക്ലപക്ഷ പ്രഥമയുടെ ആദ്യ പകുതി. ഇങ്ങനെ അമാവാസിക്ക് തൊട്ട് മുമ്പുള്ള ശുക്ലപക്ഷ കൃഷ്ണപക്ഷ ചതുർദശിയുടെ രണ്ടാമത്തെ കരണവും അമാവാസി കഴിഞ്ഞതിന് ശേഷം തൊട്ട് ശേഷം വരുന്ന ശുക്ലപക്ഷ പ്രഥമയുടെ ആദ്യ കരണവുമായി ഈ 4 കരണങ്ങളാണ് സ്ഥിരകരണങ്ങളായിട്ട് എല്ലായ്പ്പോഴും വരിക. അവ ആ തിഥിയിൽ ആ ഭാഗത്ത് മാത്രമേ വരാറുള്ളൂ. ബാക്കിയുള്ള 7 കരണങ്ങളാണ് 8 തവണ ആവർത്തിച്ചിട്ട് മറ്റ് തിഥികളിലായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ തിഥിയിൽ ഏത് കരണമാണ് വരുന്നത് എന്ന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണത്തിന് കൃഷ്ണപക്ഷ ദ്വിതീയയുടെ രണ്ടാമത്തെ അർദ്ധത്തിൽ ഏത് തിഥിയായിരിക്കും വരിക എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? K2 കൃഷ്ണപക്ഷ ദ്വിതീയ K2, അതിൽ രണ്ടാമത്തത് എന്നത് വരുന്നത് ഗജകരണമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് തിഥിയിലാണ് ഏത് കരണം വരുന്നത് എന്ന് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് തിഥികളിലൂടെ കരണങ്ങൾ ആവർത്തിച്ചിട്ട് വരുന്നത്. കരണങ്ങൾ പലപ്പോഴും മുഹൂർത്ത വിഷയത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കാറുണ്ട്. നമ്മളത് വരുന്ന വീഡിയോകളിൽ തീർച്ചയായിട്ടും പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ ഹൃദിസ്ഥമാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരണം എപ്പോഴൊക്കെയാണ് വരിക എന്ന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. ഇനി ഒരു ചെറിയ കാര്യം ഈ വീഡിയോയിൽ പറയുകയാണ്. അതോടുകൂടി ഈ വീഡിയോ അല്ലെങ്കിൽ കരണത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കരണങ്ങളുടെ ദേവതകളെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അത് ഞാൻ ഈ ചിത്രത്തിൻ്റെ വലതുവശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ദേവതകൾ സ്ഥിരകരണം ആദ്യത്തെ കിംസ്തുഗ്ന കരണത്തിൻ്റെ ദേവത കുബേരൻ അല്ലെങ്കിൽ വിശ്വദേവതകൾ. ഭവകരണത്തിൻ്റേത് വിഷ്ണു, ഭളവകരണത്തിൻ്റേത് ബ്രഹ്മാവ്, കൗളവത്തിൻ്റേത് ചന്ദ്രൻ, തൈത്തുലത്തിൻ്റേത് ഇന്ദ്രൻ, ഗജകരണത്തിൻ്റേത് വസുക്കൾ, സുരഭികരണത്തിൻ്റേത് മണിഭദ്രൻ, വിഷ്ടികരണത്തിൻ്റേത് യമൻ, ശകുനികരണത്തിൻ്റേത് ഗരുഡൻ അല്ലെങ്കിൽ അഗ്നി, ചതുഷ്പാത്ത് കരണത്തിൻ്റേത് വൃഷഭം, സർപ്പകരണത്തിൻ്റേത് നാഗം. ഇങ്ങനെയാണ് ദേവതകൾ, കരണത്തിൻ്റെ ദേവതകൾ വരുന്നത്. ഇതുകൂടി നമ്മൾ അതിനോട് അനുബന്ധമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയുമാണ് കരണങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോയോടുകൂടി പഞ്ചാംഗങ്ങളും അതിൻ്റെ അംഗങ്ങളായിട്ടുള്ള 5 അംഗങ്ങൾ നക്ഷത്രം, നിത്യയോഗം, വാരം, തിഥി, കരണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വലിയ ഡീറ്റെയിൽ ആയിട്ടല്ലെങ്കിലും അതിനെക്കുറിച്ചിട്ട് ഒരു സാമാന്യ അറിവ് നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ വീഡിയോകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ നല്ല രീതിയിൽ ഹൃദിസ്ഥമാക്കി വയ്ക്കുക. ഭാവിയിലുള്ള ക്ലാസ്സുകൾക്കൊക്കെ അടിസ്ഥാനപരമായിട്ട് വേണ്ട വസ്തുതകളാണ് ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയ വീഡിയോയുമായിട്ട് നമ്മൾക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.